ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യം അറിയാം. കോവിഡ് കാരണം നമ്മളുടെ ക്ലാസ് ഒന്നും നടക്കണില്ല. അപ്പോൾ നമുക്ക് ന്യൂക്ലിയർ പഠിക്കണം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു രീതിയിലേ ഇപ്പോൾ പഠിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഇനി നമുക്ക് തുടങ്ങാനുള്ളത് ബീറ്റ ഡി കെ ആണ്. അപ്പോൾ അന്നത്തെ ക്ലാസ്സിൽ ഞാൻ ബീറ്റ ഡി കെയെ പറ്റിയൊരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു. അന്ന് ഇല്ലാത്തവർക്ക് വേണ്ടി ഒന്നും കൂടി പറയാണ്. ബീറ്റ ഡി കെയിൽ 3 തരത്തിലുള്ള പ്രോസസ്സാണ് വരുന്നത്. നെഗറ്റീവ് ബീറ്റ ഡി കെ, പോസിറ്റീവ് ബീറ്റ ഡി കെ ആൻഡ് ഓർബിറ്റൽ ഇലക്ട്രോൺ ക്യാപ്ചർ. ഓക്കെ, നെഗറ്റീവ് ബീറ്റ ഡി നിങ്ങൾ സ്റ്റെബിലിറ്റി കർവിനെ പറ്റി പഠിച്ചിട്ടുണ്ട് അല്ലേ? എൻ ബൈ പി റേഷ്യോ ഒരു പെർട്ടിക്കുലർ വാല്യൂവിൻ്റെ ഇടയിൽ വന്നാൽ മാത്രമേ എന്ത് പറ്റുള്ളൂ, ന്യൂക്ലിയായി സ്റ്റേബിൾ ആവുള്ളൂ. നമ്പർ ഓഫ് പ്രോട്ടോൺസോ അല്ലെങ്കിൽ നമ്പർ ഓഫ് ന്യൂട്രോൺസോ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ന്യൂക്ലിയായി അൺസ്റ്റേബിൾ ആകും. പിന്നെ അത് സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, പ്രോട്ടോൺസിനെയോ അല്ലെങ്കിൽ ന്യൂട്രോൺസിനെയോ കളഞ്ഞ് അത് സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനെ അൺസ്റ്റേബിൾ ആയിട്ടുള്ള ന്യൂക്ലിയായി സ്റ്റേബിൾ ആവുന്നത് എങ്ങനെയാണ്? ആൽഫ പാർട്ടിക്കിൾ എമിഷൻ, ബീറ്റ പാർട്ടിക്കിൾ എമിഷൻ എല്ലാം വഴിയാണ്. അപ്പോൾ നമ്മളിവിടെ ബീറ്റ പാർട്ടിക്കിൾ എമിഷൻ എങ്ങനെയാണ് നടക്കുന്നതെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ 3 തരത്തിലുള്ള ബീറ്റ ഡി കെസ് ഉണ്ട്. നെഗറ്റീവ് ബീറ്റ ഡി കെ, പോസിറ്റീവ് ബീറ്റ ഡി കെ ആൻഡ് ഓർബിറ്റൽ ഇലക്ട്രോൺ ക്യാപ്ചർ. നെഗറ്റീവ് ബീറ്റ ഡി കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് ബീറ്റ ഡി കെ നടക്കുന്നത് ന്യൂട്രോൺ എക്സസ് ആയിട്ടുള്ള ന്യൂക്ലിയയിലാണ്. അപ്പോൾ എന്താ സംഭവിക്കണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂട്രോൺ ഇൻസൈഡ് ദ ന്യൂക്ലിയസ് ഗെറ്റ് കൺവേർട്ടഡ് ഇൻ ടു എ proton and an electron, and this electron is emitted from the nucleus. Okay, this electron is emitted from the nucleus. അപ്പോൾ എന്താണ്, ന്യൂട്രോൺ പ്രോട്ടോൺ ആയിട്ട് മാറി എന്നിട്ട് ഇലക്ട്രോൺ ന്യൂക്ലിയസിന്റെ അകത്ത് നിന്ന് എമിറ്റ് ചെയ്തു. അപ്പോൾ അവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ന്യൂട്രോൺ എടുക്കുന്നുണ്ട്, പക്ഷേ പകരം ഒരു പ്രോട്ടോൺ ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് അറ്റോമിക് മാസിന് വ്യത്യാസം വരണില്ല. പക്ഷേ എന്താണ്, ഒരു ന്യൂട്രോൺ കുറേയുണ്ട്, പ്രോട്ടോണിന്റെ ഒരെണ്ണം കൂടുണ്ട്. അതുകൊണ്ട് അറ്റോമിക് നമ്പർ ഇൻക്രീസസ് ബൈ 1. So in beta minus decay, mass number remains the same and atomic number increases by 1. ഇനി അടുത്തത് വരുന്നതാണ് പോസിറ്റീവ് ബീറ്റ ഡി കെ. പോസിറ്റീവ് ബീറ്റ ഡി കെ നടക്കുന്നത് പ്രോട്ടോൺ എക്സസ് ആയിട്ടുള്ള ന്യൂക്ലിയയിലാണ്. അപ്പോൾ അവിടെ എന്താ സംഭവിക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോട്ടോൺ ഗെറ്റ്സ് കൺവേർട്ടഡ് ഇൻ ടു എ ന്യൂട്രോൺ ആൻഡ് എ പോസിട്രോൺ ആൻഡ് ദിസ് പോസിട്രോൺ ഇസ് എമിറ്റഡ് ഫ്രം ദ ന്യൂക്ലിയൈ. ഇവിടെയും എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോട്ടോൺ എടുക്കുന്നുണ്ട്, പകരം ഒരു ന്യൂട്രോൺ ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് അറ്റോമിക് മാസിൽ വ്യത്യാസം വരണില്ല, പക്ഷേ ഒരു പ്രോട്ടോൺ പോകുകയാണ്. അതുകൊണ്ട് അറ്റോമിക് നമ്പർ ഇസ് റെഡ്യൂസ്ഡ് ബൈ 1. And the third process is orbital electron capture. Orbital electron capture എന്താ നടക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നമ്മളുടെ ന്യൂക്ലിയസ് എന്ത് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഓർബിറ്റിലുള്ള ഒരു ഇലക്ട്രോണിനെ ക്യാപ്ചർ ചെയ്യും. എന്നിട്ട് ആ ഇലക്ട്രോൺ ന്യൂക്ലിയസിന്റെ ഉള്ളിലുള്ള പ്രോട്ടോണായിട്ട് കമ്പൈൻ ചെയ്ത് പുതിയൊരു ന്യൂട്രോൺ ഉണ്ടാക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ പ്രോസസ്സ് എങ്ങനെയാണ് നടക്കണേന്ന് നമുക്ക് മനസ്സിലാവണ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ characteristic X-rays are emitted in the filling of the vacancy left by the captured electron. അതായത് ഓർബിറ്റിൽ നിന്ന് ഇലക്ട്രോണിനെ ക്യാപ്ചർ ചെയ്യാണ്. അപ്പോൾ കെ ഷെല്ലിൽ നിന്ന് ക്യാപ്ചർ ചെയ്യാനായിരിക്കും ഏറ്റവും എളുപ്പം. അപ്പോൾ സപ്പോസ് കെ ഷെല്ലിൽ നിന്ന് ഇലക്ട്രോണിനെ ക്യാപ്ചർ ചെയ്യുമ്പോൾ എന്താ പറ്റണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പർ എൽ ഷെല്ലും എം ഷെല്ലും ഒക്കെ ഉള്ള ഇലക്ട്രോൺ എന്ത് ചെയ്യും, ഈ വേക്കൻസിയിലേക്ക് വരും. അപ്പോൾ അത് അങ്ങോട്ടേക്ക് വരുമ്പോഴേക്കും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അതിന്റെ എനർജി ഡിഫറൻസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ്റേസ് എമിറ്റ് ചെയ്യും. അപ്പോൾ ആ എക്സ്റേ എമിഷനിൽ നിന്നാണ് ഈ പ്രോസസ് ഓർബിറ്റൽ ഇലക്ട്രോൺ ക്യാപ്ചർ നടന്നു എന്ന് നമുക്ക് മനസ്സിലാകുക. അപ്പോൾ ഓർബിറ്റൽ ഇലക്ട്രോൺ ക്യാപ്ചർ നടക്കുമ്പോൾ എന്താ സംഭവിക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, ദിസ് ന്യൂക്ലിയായി absorbs an electron and it gets converted into another nuclei Y, and its atomic mass remains the same whereas its atomic number decreases by 1. So these 3 nuclear processes, negative beta decay, positive beta decay and orbital electron capture, are grouped under the common name beta decay. Okay,
ഇനി നമുക്ക് കാണാനായിട്ടുള്ളത് എനർജി റിലീസ് ഇൻ ബീറ്റ ഡിക്കെ ആണ്. അപ്പോൾ എനർജി റിലീസ് നിങ്ങൾക്ക് അറിയാം എനർജി എവിടെ നിന്നാണ് വരുന്നത് ഒരു പ്രോസസ്സിൽ മാസ് ഡിഫക്റ്റ് എന്നാണ് ആ ഇന്ററാക്ഷന് ആവശ്യമുള്ള എനർജി കിട്ടുന്നത്. അപ്പം ഫോർ ദാറ്റ് വി വിൽ ബി കാൽക്കുലേറ്റിംഗ് ദ ക്യൂ വാല്യൂ ഓഫ് ദാറ്റ് പ്രോസസ് ആൻഡ് ക്യൂ വാല്യൂ ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ ന്യൂക്ലിയർ മാസ് എനർജീസ്. So this Q value gives the energy available in the nuclear process and it appears as the kinetic energy of the products. Okay. അപ്പോൾ നമ്മളൊരു ടിപ്പിക്കൽ ബീറ്റ മൈനസ് ഡിക്കെ എടുക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന എക്സാമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 210 ബിസ്മത്ത് ഗെറ്റിംഗ് കൺവേർട്ടഡ് ഇൻ ടു 210 പൊളോണിയം വിത്ത് ദ എമിഷൻ ഓഫ് ആൻ ഇലക്ട്രോൺ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിന്റെ ക്യൂ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? മാസ് ഓഫ് ദി പാരന്റ് മൈനസ് മാസ് ഓഫ് ദി ഡോട്ടേഴ്സ് അല്ലെ, ഡോട്ടർ ആൻഡ് ദി ഇലക്ട്രോൺ എമിറ്റഡ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. ആൻഡ് ഇത് എല്ലാം നോൺ ആണ്. ബിസ്മത്തിന്റെ മാസ് എന്താണെന്ന് അറിയാം, പിന്നെ പൊളോണിയത്തിന്റെ മാസ് എന്താണെന്ന് അറിയാം, ഇലക്ട്രോണിന്റെ മാസ് അറിയാം. അപ്പൊ നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും? അതിന്റെ ക്യൂ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് ദ ക്യൂ വാല്യൂ ഇസ് ബീൻ കാൽക്കുലേറ്റഡ് ടു ബി അബൌട്ട് 1.161 MeV. അപ്പോൾ ഈ 1.161 MeV ആണ് ആ പ്രോസസ്സിലെ അവൈലബിൾ ആയിട്ടുള്ള എനർജി. And that energy is shared between the daughter nuclei and the electron. Okay, ഇലക്ട്രോണും നമ്മുടെ ഡോട്ടർ ന്യൂക്ലിയയും കൂടെ ആ എനർജി ഷെയർ ചെയ്യും. അപ്പോൾ ഈ ഡോട്ടർ ന്യൂക്ലിയൈന്റെ റീകോയിൽ എനർജി എന്ന് പറയുന്നത് ഭയങ്കര ചെറുതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹെവി ആയിട്ടുള്ള സാധനമാണ്. അപ്പോൾ അത് എടുക്കുന്ന റീകോയിൽ എനർജി ഭയങ്കര ചെറുതാണ്. അപ്പോൾ നമുക്കതിനെ നിഗ്ലക്ട് ചെയ്യാം. പിന്നെ അപ്പോൾ ഈ ഓൾമോസ്റ്റ് ഈ ഫുൾ എനർജിയും ആർക്ക് കിട്ടും? ഇലക്ട്രോൺസിന് കിട്ടും. ആൻഡ് ദേ കം ഔട്ട് ആസ് ദി കൈനറ്റിക് എനർജി ഓഫ് ദി ഇലക്ട്രോൺസ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ഡീകേ പ്രോസസ്സ് നടക്കുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യണത് ഇലക്ട്രോണിന്റെ എനർജി എത്രയാണ്? എല്ലാ ഇലക്ട്രോൺസിന്റെ എനർജിയും എത്രയായിരിക്കും എന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യണത്. 1.16 MeV ആയിരിക്കും. ആ ഇലക്ട്രോൺസിനൊരു ഡെഫിനിറ്റ് എനർജി ഉണ്ടാകും. ആൻഡ് ദാറ്റ് എനർജി വിൽ ബി ഈക്വൽ ടു 1.161 MeV ആയിരിക്കും എന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യണത്. പക്ഷേ റിയൽ സിറ്റുവേഷനിൽ എന്താ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇലക്ട്രോണിന്റെ എനർജി ഒരു കോൺസ്റ്റന്റ് വാല്യൂ മാത്രമല്ല. നമ്മൾ ഇലക്ട്രോൺ കൈനറ്റിക് എനർജി വേഴ്സസ് നമ്പർ ഓഫ് ഇലക്ട്രോൺ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ഇൻസ്റ്റെഡ് ഓഫ് എ ഡിസ്ക്രീറ്റ് വാല്യൂ വി ആർ ഗെറ്റിംഗ് എ കണ്ടിന്യൂസ് കർവ്. അപ്പോൾ ഈ കണ്ടിന്യൂസ് കർവിൽ ഈ പോയിന്റിലത്തെ എനർജിയാണ് 1.161 MeV. അതായത് ഈ റീജിയനിലുള്ള ഇലക്ട്രോൺസിന് മാത്രമാണ് ആ 1.16 MeV എനർജി കിട്ടിയേക്കുന്നത്. ഈ റീജിയനിലുള്ള ഇലക്ട്രോൺസിനെല്ലാം അതിനേക്കാളും കുറവാണ്. ഈ റീജിയനിലുള്ള ഇലക്ട്രോൺസിന് വളരെ കുറച്ച് എനർജിയെ കിട്ടിയിട്ടുള്ളൂ. ആൻഡ് ഇവിടെ എല്ലാം എനർജി കൂടി വരുന്നുണ്ട്. ഇവിടെയുള്ള ഇലക്ട്രോൺസിനാണ് മാക്സിമം എനർജി കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ക്യൂ വാല്യൂ വെച്ച് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഇലക്ട്രോണിന്റെ എനർജി എന്ന് പറയുന്നത് 1.161 MeV ആയിരിക്കണം. പക്ഷെ നമുക്ക് എക്സ്പെരിമെന്റലി കിട്ടുന്നത് ഒരു കണ്ടിന്യൂസ് കർവാണ്. അപ്പോൾ ഉണ്ടായിരുന്ന ഫിസിക്സിനെയൊക്കെ ഏറ്റവും കൂടുതൽ കൺഫ്യൂസ് ചെയ്ത ഒരു റിസൾട്ടാണ് ഇത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കണ്ടിന്യൂസ് കർവ് കിട്ടുന്നത്? ഒരു പെർട്ടിക്കുലർ എനർജി വാല്യൂ, ഒരു മോണോ എനർജറ്റിക് വാല്യൂവിന് പകരം എന്തുകൊണ്ട് ഇങ്ങനത്തെ ഒരു കണ്ടിന്യൂസ് കർവ് കിട്ടണു? അത് മാത്രമല്ല, അപ്പോൾ ഈ റീജിയനിലുള്ള ഇലക്ട്രോൺസിനൊക്കെ എനർജി കുറവാണ്. അവിടെയുള്ള ഇലക്ട്രോൺസിന്റെയൊക്കെ എനർജി എവിടെ പോയി? അങ്ങനെയാണെങ്കിൽ ആ മിസ്സിംഗ് എനർജി എവിടെയാണ് എന്നുള്ളതായിരുന്നു അന്നത്തെ ചിന്ത. അപ്പോൾ ആ സമയത്ത് പോളി in 1931 suggested that perhaps another particle may be emitted along with the electrons. അപ്പോൾ ഒരു ബീറ്റ ഡികേ പ്രോസസ്സ് നടക്കുമ്പോൾ ഇങ്ങനെ എനർജി മിസ്സിംഗ് വരുവാണ്. അപ്പോൾ ആ എനർജി ആരെങ്കിലും എടുക്കണം അല്ലെ. അപ്പോൾ പോളി പറഞ്ഞു ചിലപ്പോൾ അതിന്റെ കൂടെ ഒരു മൂന്നാമതൊരു പാർട്ടിക്കിളും കൂടി എമിറ്റ് ചെയ്തിട്ടുണ്ടാകും. ആ പാർട്ടിക്കിൾ ആയിരിക്കും ഈ മിസ്സിംഗ് എനർജി ഷെയർ ചെയ്യണതെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിന് ഫെർമി ഒരു തിയററ്റിക്കൽ എക്സ്പ്ലനേഷൻ എല്ലാം കൊടുത്തു. എന്നിട്ട് ആ പാർട്ടിക്കിളിനെ ഫെർമി വിളിച്ച പേരാണ് ന്യൂട്രിനോ. ഓക്കെ, അപ്പോൾ ന്യൂട്രിനോ ആയിരിക്കും ഇവിടെ ഇലക്ട്രോണിന്റെ കൂടെ എന്ത് ചെയ്യണത്? എനർജി ഷെയർ
ഈ റീജിയനിൽ ന്യൂട്രിനോ മിനിമം എനർജി ആയിരിക്കും എടുക്കുന്നത്, ഈ റീജിയനിൽ ന്യൂട്രിനോ മാക്സിമം എനർജി ആയിരിക്കും എടുക്കുന്നത്, ഈ റീജിയനിൽ ഇലക്ട്രോണും ന്യൂട്രിനോയും കൂടി വേറെ ഏതൊക്കെയോ പ്രപ്പോർഷനിൽ എനർജി ഷെയർ ചെയ്യാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ തേർഡ് പാർട്ടിക്കിളിനെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ കണ്ടിന്യൂസ് എനർജി ഡിസ്ട്രിബ്യൂഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഇലക്ട്രോണും ന്യൂട്രിനോയും കൂടി എനർജി പല പ്രപ്പോർഷൻസിൽ ഷെയർ ചെയ്യണോണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു കണ്ടിന്യൂസ് കർവ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ന്യൂട്രിനോന്റെ നേച്ചറിനെ പറ്റി. ഓക്കെ, ചാർജ് കൺസർവേഷൻ നമുക്കറിയാം. നിങ്ങൾ ആ ബീറ്റ ഡിക്കേയുടെ ഇക്വേഷൻസിലൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചാർജ് കൺസർവേഷൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ന്യൂട്രിനോ ഷുഡ് ബി ഇലക്ട്രിക്കലി ന്യൂട്രൽ. ഓക്കെ, and from the angular momentum conservation and statistical consideration requires neutrino to have a spin half like electrons and protons. അപ്പോൾ ന്യൂട്രിനോ എന്ന് പറയുന്നത് ഇലക്ട്രിക്കലി ന്യൂട്രൽ ആയിട്ടുള്ള സ്പിൻ ഹാഫ് ഉള്ള ചെറിയ സ്മോൾ പാർട്ടിക്കിൾസ് ആണ്. ഓക്കെ, ഇനി എക്സ്പെരിമെന്റ്സിൽ നിന്ന് മനസ്സിലായി there are two types of neutrinos emitted in beta decay. Okay, they are neutrinos and anti-neutrino. ന്യൂട്രിനോനെ നമ്മൾ ഡിനോട്ട് ചെയ്യണത് ഇങ്ങനെയാണ്, ആന്റി ന്യൂട്രിനോനെ നമ്മൾ ഡിനോട്ട് ചെയ്യണത് ഇങ്ങനെയാണ്. Neutrinos are emitted in the beta plus decay. Okay, neutrinos are associated with positron and anti-neutrinos are emitted with the ബീറ്റ മൈനസ് decay. അതായത് ഇലക്ട്രോണിന്റെ കൂടെയാണ് യൂഷ്വലി ഈ ആന്റി ന്യൂട്രിനെ കാണാൻ പറ്റുക. അപ്പോൾ ന്യൂട്രിനോസ് രണ്ട് തരത്തിലുണ്ട്, ന്യൂട്രിനോസ് ആൻഡ് ആന്റി ന്യൂട്രിനോ. ന്യൂട്രിനോസ് ആർ എമിറ്റഡ് ഇൻ ബീറ്റ പ്ലസ് decay ആൻഡ് ആന്റി ന്യൂട്രിനോസ് ആർ എമിറ്റഡ് ഇൻ ബീറ്റ മൈനസ് decay. ഇനി ഉള്ള സമയത്ത് ഞാൻ ന്യൂട്രിനോസ് തന്നെയായിരിക്കും ആന്റി ന്യൂട്രിനോസിനും പറയുക, അതായത് അങ്ങനെ തന്നെയായിരിക്കും പറഞ്ഞു പോണേ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി, പോസിട്രോണിന്റെ ഒപ്പം വരുന്നത് ന്യൂട്രിനോയും ഇലക്ട്രോണിന്റെ ഒപ്പം വരുന്നത് ആന്റി ന്യൂട്രിനോയും ആണെന്ന്. അപ്പൊ നമ്മൾ ആദ്യം എഴുതിയ എന്താ പറയാ ബീറ്റ ഡികെ ഇക്വേഷൻസ് കംപ്ലീറ്റ് അല്ല അല്ലെ. ആ ബീറ്റ ഡികെ ഇക്വേഷൻസ് കംപ്ലീറ്റ് ആവണമെങ്കിൽ ആരെ കൂടി ചേർക്കണം? ന്യൂട്രിനോസിനെയും ആന്റി ന്യൂട്രിനോസിനെയും കൂടി ചേർക്കണം. അപ്പൊ നമ്മളെ ബീറ്റ മൈനസ് ഡികെ നമുക്ക് എങ്ങനെ എഴുതാം? ന്യൂട്രോൺ ഗെറ്റിംഗ് കൺവേർട്ടഡ് ഇൻടു പ്രോട്ടോൺ, ഇലക്ട്രോൺ പ്ലസ് ആൻഡ് ന്യൂട്രിനോ. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ ഈ ഇക്വേഷൻ ഇങ്ങനെ മോഡിഫൈഡ് ആകും. ഇനി ഓക്കെ, ബീറ്റ പ്ലസ് ഡികെയിൽ എന്താ വരിക? പ്രോട്ടോൺ ചേഞ്ചസ് ടു ന്യൂട്രോൺ, പോസിട്രോൺ ആൻഡ് ന്യൂട്രിനോ. അപ്പോൾ നമ്മൾ പാരന്യൂക്ലിയന്റെയും ഡോട്ടർ ന്യൂക്ലിയന്റെയും ടേംസിൽ എഴുതുവാണെങ്കിൽ ഇങ്ങനെ വരും. ഇവിടെ ഈ ന്യൂട്രോണിന്റെയും പ്രോട്ടോണിന്റെയും കണക്ക് ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് അത് എഴുതാത്തത്. ഓക്കെ, ആൻഡ് ഓർബിറ്റൽ ഇലക്ട്രോൺ ക്യാപ്ചർ ഇങ്ങനെയായിരിക്കും വരിക. ഓക്കെ, അപ്പോൾ ഇതാണ് ബീറ്റ ഡികെ. ഇനി അടുത്തത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് ക്യൂ വാല്യൂ ഫോർ ബീറ്റ മൈനസ് ഡികെ. അപ്പോൾ നമുക്ക് അറിയാം ക്യൂ വാല്യൂ എന്താന്ന് പറഞ്ഞു, ഡിഫറൻസ് ഇൻ ദ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ മാസ് എനർജീസ് അല്ലേ. അപ്പോൾ ഇവിടെ ന്യൂക്ലിയർ മാസ് എനർജി, അപ്പോൾ ഇവിടെ പാരന്റ് ന്യൂക്ലിയസിന്റെ മാസാണ് ഇത് എഴുതിയേക്കുന്നത്. ഇത് ഡോട്ടർ ന്യൂക്ലിയസിന്റെ മാസ്, ഇത് മാസ് ഓഫ് ദി ഇലക്ട്രോൺ ആൻഡ് ദിസ് ഇസ് ദ മാസ് ഓഫ് ദി ആന്റി ന്യൂട്രിനോ. ഓക്കെ, ആൻഡ് ഇവിടെ നമ്മൾ ഈ ആന്റി ന്യൂട്രിനോന്റെ മാസ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. അപ്പൊ നമ്മൾ ഈ ക്യൂ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ നേരത്തെ ആന്റി ന്യൂട്രിനോന്റെ മാസ് നമ്മൾ നിഗ്ലക്ട് ചെയ്യാണ്. ഓക്കെ, പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡേറ്റ അവൈലബിൾ ആയിട്ടുള്ളത് അറ്റോമിക് മാസസിലാണ്. ഓക്കെ, ന്യൂക്ലിയർ മാസസ് വളരെ കുറച്ചേ അവൈലബിൾ ഉള്ളൂ. അപ്പൊ നമുക്ക് ഈ ന്യൂക്ലിയർ മാസസിനെ എല്ലാം എന്തായിട്ട് കൺവേർട്ട് ചെയ്യണം? അറ്റോമിക് മാസസ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ആൻഡ് ഇത് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബൈൻഡിങ് എനർജി ഓഫ് ദി ഇലക്ട്രോൺ നമ്മൾ നിഗ്ലക്ട് ചെയ്യാണ്. അത് ഇതെല്ലാം മെഗാ ഇലക്ട്രോൺ വോൾട്ടിൽ വരുമ്പോഴേക്കും അത് ഇലക്ട്രോൺ വോൾട്ടിൽ അല്ലെങ്കിൽ കിലോ ഇലക്ട്രോൺ വോൾട്ടിലാണ് വരുന്നത്. അതുകൊണ്ട് അത് നമ്മൾ നിഗ്ലക്ട് ചെയ്യാണ്. ഓക്കെ, അപ്പൊ ഈ ന്യൂക്ലിയർ ഈ എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂക്ലിയർ മാസ് ഓഫ് ദ പാരന്റ് ന്യൂക്ലിയ ആണ്. ഈ എൻ സബ്സ്ക്രിപ്റ്റ് ഇല്ലാണ്ട് എഴുതണ എല്ലാം അറ്റോമിക് മാസസ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ന്യൂക്ലിയർ മാസിനെ നമ്മൾ അറ്റോമിക് മാസായിട്ട് കൺവേർട്ട് ചെയ്യാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റോമിക് മാസായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ
എന്ത് വേണം, ആറ്റത്തിൽ നിന്ന് ഇലക്ട്രോണിനെ സബ്ട്രാക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, ന്യൂക്ലിയർ മാസ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ ആറ്റോമിക് മാസ് എഴുതിയിട്ട് അതിൽ നിന്ന് എത്ര ഇലക്ട്രോൺസ് ഉണ്ടോ അത്ര ഇലക്ട്രോൺസിന്റെ മാസിനെ നമ്മൾ സബ്ട്രാക്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ഇതിന്റെ മാസ് എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും, മാസ് ഓഫ് ദ ആറ്റം XAZ മൈനസ് ഇവിടെ Z ഇലക്ട്രോൺസ് ആണുള്ളത് മൈനസ് ZMe. അതുപോലെ തന്നെ ഇതിന് എത്ര ഇലക്ട്രോൺസ് ഉണ്ട്, Z+1 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ ഇതിന്റെ അറ്റോമിക് മാസ് നമ്മൾ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നമ്മൾ Z+1 ഇലക്ട്രോൺസിന്റെ മാസ് സബ്ട്രാക്ട് ചെയ്യണം. ഓക്കെ, ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ മൈനസ് ആണ്, മൈനസ് Z+1 മാസ് ഓഫ് ദി ഇലക്ട്രോൺ എന്താവും, പ്ലസ് Z+1 മാസ് ഓഫ് ദി ഇലക്ട്രോൺ ആകും. അതാണ് ഇവിടെ എഴുതിയേക്കുന്നത്. പിന്നെ മാസ് ഓഫ് ദി ഇലക്ട്രോൺ അത് എഴുതിയിട്ടുണ്ട്, ഇത് നമ്മൾ നിഗ്ലക്ട് ചെയ്തു. അപ്പോൾ ഇതിങ്ങനെ നോക്കുമ്പോഴേക്കും നമുക്ക് ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോയിട്ട് നമുക്ക് ഇങ്ങനെയാണ് ക്യൂ വാല്യൂവിന്റെ എക്സ്പ്രഷൻ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോൺ മാസ് വരണതേ ഇല്ല. So energy released is the difference in the mass energies of the parent and the daughter nuclei. അവിടെ ഉണ്ടാവുന്ന എനർജി എന്ന് പറയുന്നത് പാരന്റ് ന്യൂക്ലിയൈന്റെയും ഡോട്ടർ ന്യൂക്ലിയൈന്റെയും മാസ് ഡിഫറൻസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജിയാണ്. ഓക്കെ, നെക്സ്റ്റ് ഇസ് ക്യൂ വാല്യൂ ഫോർ ബീറ്റ പ്ലസ് ഡി കെ. അപ്പോൾ നമ്മൾ ബീറ്റ പ്ലസ് ഡി കെന്റെ ഇക്വേഷൻ എടുക്കുക. അവിടെ ഇത് നമ്മൾ എഴുതിയേക്കുന്നത് ന്യൂക്ലിയർ മാസ് ആണ്. ഇതിനെ നമുക്ക് എന്തായിട്ട് കൺവേർട്ട് ചെയ്യണം, അറ്റോമിക് മാസ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ആസ് യൂഷ്വൽ മാസ് ഓഫ് ദ ന്യൂട്രിനോ നമ്മൾ നിഗ്ലക്ട് ചെയ്യാണ്. ഇവിടെ Z ഇലക്ട്രോൺസ് ആണുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ നിന്ന് Z ഇലക്ട്രോൺസിന്റെ മാസ് സബ്ട്രാക്ട് ചെയ്യണം അറ്റോമിക് മാസിൽ എഴുതുമ്പോൾ. ഇവിടെയാണെങ്കിൽ അറ്റോമിക് മാസിൽ എഴുതുമ്പോൾ Z-1 ഇലക്ട്രോൺസ് ആണുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് അറ്റോമിക് മാസിൽ എഴുതുമ്പോഴേക്കും Z-1 ഇലക്ട്രോൺസിന്റെ മാസ് നമ്മൾ സബ്ട്രാക്ട് ചെയ്യണം. അങ്ങനെ ഈ ന്യൂക്ലിയർ മാസിനെ അറ്റോമിക് മാസിലേക്ക് എഴുതുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ഇങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത് ചെയ്യുമ്പോഴേക്കും നമുക്ക് കാണാൻ പറ്റും ZMe ആൻഡ് ZMe ഗെറ്റ് ക്യാൻസൽ. പക്ഷെ ഇവിടെ ഒരു -ME ഇവിടെ ഒരു -ME വരും. സോ വിൽ ബി ഗെറ്റിംഗ് ദ എക്സ്പ്രഷൻ ഫോർ ക്യൂ വാല്യൂ ആസ് മാസ് ഓഫ് ദി atomic mass of the parent nucleus minus atomic mass of the daughter nucleus minus 2 times mass of the electron into c². ഇവിടെ നോട്ട് ചെയ്യേണ്ട കാര്യം ഇലക്ട്രോൺ മാസ് ക്യാൻസൽ ചെയ്ത് പോണില്ല. ഓക്കെ, ഇനി ക്യൂ വാല്യൂ ഫോർ ഓർബിറ്റൽ ഇലക്ട്രോൺ ക്യാപ്ചർ. ഓർബിറ്റൽ ഇലക്ട്രോൺ ക്യാപ്ചറിന്റെ ആ റിയാക്ഷൻ നടക്കുന്നത് നമുക്കറിയാം. അതിൽ നിന്ന് നമുക്ക് അതിന്റെ ന്യൂക്ലിയർ മാസിന്റെ ടേംസിൽ ഇങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും. ഇവിടെ എന്താണുള്ളത്, Z ഇലക്ട്രോൺസ് ഉണ്ട്. അതിനെ അറ്റോമിക് മാസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ Z ഇലക്ട്രോൺസിന്റെ മാസ് സബ്ട്രാക്ട് ചെയ്തു. ഇവിടെ Z-1 ഇലക്ട്രോൺസ് ഉണ്ട്. അറ്റോമിക് മാസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ Z-1 ഇലക്ട്രോൺസിന്റെ മാസ് സബ്ട്രാക്ട് ചെയ്തു. പിന്നെ മാസ് ഓഫ് ദി ഇലക്ട്രോൺ ഉണ്ട്, മാസ് ഓഫ് ദ ന്യൂട്രിനോ നമ്മൾ നിഗ്ലക്ട് ചെയ്തു. ഇതെല്ലാം റീഅറേഞ്ച് ചെയ്ത് ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും, mass of the atomic mass of the parent minus atomic mass of the daughter into c². So here also the Q value corresponds to the difference in the atomic mass of the difference in the mass energies of the parent minus daughter parent and the daughter nuclei. സോ നമുക്കറിയാം ഈ ബീറ്റ പ്ലസ് ഡി കെയും ഓർബിറ്റൽ ഇലക്ട്രോൺ ക്യാപ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പ്രോട്ടോൺ റിച്ച് ആയിട്ടുള്ള ന്യൂക്ലിയായി എങ്ങനെയാണ് പ്രോട്ടോൺ നമ്പർ റെഡ്യൂസ് ചെയ്യണതെന്നാണ്. അപ്പോൾ സെയിം ന്യൂക്ലിയസ് ക്യാൻ ഗെറ്റ് കൺവേർട്ടഡ് ബൈ 2 ഡിഫറെന്റ് പ്രോസസ്. ഒന്നല്ലെങ്കിൽ ബീറ്റ പ്ലസ് ഡി കെ വഴി അതിന് പ്രോട്ടോൺ നമ്പർ റെഡ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ എന്താണ് ഓർബിറ്റൽ ഇലക്ട്രോൺ ക്യാപ്ചർ വെച്ചിട്ട് പ്രോട്ടോൺ നമ്പർ റെഡ്യൂസ് ചെയ്യാം. അപ്പം രണ്ടിന്റെയും പേർപ്പസ് സെയിം ആണെങ്കിലും 2 ഡിഫറെന്റ് പ്രോസസ് വഴിയാണ് അത് നടക്കുന്നത്. അത് മാത്രമല്ല ക്യൂ വാല്യൂ എനർജി ഇൻവോൾവ് ചെയ്തിരിക്കുന്നത് വ്യത്യാസമുണ്ട്. ക്യൂ വാല്യൂ ഇസ് ഡിഫറെന്റ് ഫോർ ദീസ് 2 പ്രോസസ്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ക്യൂ വാല്യൂ വിൽ ബി മോർ ഫോർ ഓർബിറ്റൽ ഇലക്ട്രോൺ ക്യാപ്ചർ ദാൻ ഫോർ ദ ബീറ്റ പ്ലസ് ഡി കെ. അപ്പോൾ അവിടെ എനർജറ്റിക്കലി പോസിബിൾ ഏതാണോ ആ പ്രോസസ് ആയിരിക്കും അവിടെ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ബീറ്റ ഡി കെയുടെ ഇൻട്രൊഡക്ഷൻ. അപ്പോൾ ഇതിന് അപ്പോൾ
എന്താണ് എങ്ങനെയാണ് ഈ ഇലക്ട്രോൺസും ന്യൂട്രിനോസും കൂടി എനർജി ഷെയർ ചെയ്യുന്നത്, ഏത് പ്രപ്പോർഷനിൽ ഷെയർ ചെയ്യും, എങ്ങനെയാണ് ആ കർവിൻ്റെ ഷേപ്പ് എങ്ങനെയാണ് കിട്ടുന്നത്, ഇതിനൊക്കെ ഒരു തിയററ്റിക്കൽ സപ്പോർട്ട് കൊണ്ടുവന്നത് ഫെർമിയാണ്. ക്വാണ്ടം മെക്കാനിക്സിലെ ഒത്തിരി കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ് അതിനുള്ള തിയറി ഉണ്ടാക്കിയിരിക്കുന്നത്. അത് പറയുന്നത് ഫെർമി തിയറി ഓഫ് ബീറ്റ ഡീക്കേ ആണ്. ഫെർമി തിയറി ഓഫ് ബീറ്റ ഡീക്കേ എക്സ്പ്ലെയിൻസ് ദ കണ്ടിന്യൂസ് കർവ് ഓഫ് ബീറ്റ ഡീക്കേ ആൻഡ് അപ്പോൾ അതിനെ പറ്റി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഇപ്പോൾ ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇൻട്രാക്ട് ചെയ്യാം. നിങ്ങൾ ദുൽഖർ സൽമാൻ പറയണ പോലെ എൻ്റെ ഭയങ്കര പുറകിലായിട്ട് നടക്കണമെന്നല്ല, എൻ്റെ കൂടെ നടക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ എൻ്റെ കൂടെ ഇതൊക്കെ കേട്ട് ഇൻട്രാക്ട് ചെയ്ത് നമുക്ക് പോവാം.